السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله وبه نستعين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. ثم أما بعد. സഹോദരന്മാരെ, നമ്മളിവിടെ ഇന്നലെ സംസാരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങളുടെ ശാരീരിക വിശേഷണങ്ങളെക്കുറിച്ചാണ്. ഇന്ന് നമ്മുടെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചതും മക്കയിലെ ദഅവത്തുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 വയസ്സ് പ്രായം തികഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചു. മക്കയിലുള്ള ജബൽ അന്നൂർ പർവ്വതത്തിന്റെ മുകളിൽ ഹിറ എന്ന് പറയുന്ന ഗുഹയിൽ വെച്ചാണ് തിരുനബിക്കുള്ള ആദ്യത്തെ വഹ്യ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ അവതീർണമായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയുടെ അന്നത്തെ സാഹചര്യത്തിൽ ജീവിച്ചപ്പോൾ മക്കയിലെ പല നിലപാടുകളും വിഷയങ്ങളും തിരുനബിയെ ഏറെ പ്രയാസപ്പെടുത്തിയിരുന്നു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശിർക്കൻ പ്രവർത്തനങ്ങളും മക്കയിൽ സാർവത്രികമായിരുന്നു. അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ഭൂമുഖത്ത് നിർമ്മിക്കപ്പെട്ട ആദ്യ ഭവനമായ കഅബ പോലും വിഗ്രഹ പൂജയുടെയും വിഗ്രഹാരാധനയുടെയും ഭവനമാക്കി മുശ്രിക്കുകൾ മാറ്റുകയുണ്ടായി. 360ഓളം വിഗ്രഹങ്ങൾ കഅബക്ക് അകത്തും പുറത്തുമായി മക്കക്കാർ സ്ഥാപിച്ച് അവയെ ആരാധിക്കുന്ന അവസ്ഥയാണ്. ഇതേപോലെ സാമൂഹികമായും അതേപോലെ സ്വഭാവപരമായും ഒക്കെ മക്കയിൽ അവസ്ഥയേറെ ജീർണിച്ചതും അതേപോലെ വളരെയധികം മോശവുമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നത് ഇഷ്ടപ്പെടുകയും അങ്ങനെ ഒഴിഞ്ഞ് അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുവാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നൂർ പർവ്വതത്തിന്റെ മുകളിലുള്ള ഹിറ ഗുഹയെ തെരഞ്ഞെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശുദ്ധ റമളാൻ മാസത്തിലാണ് ആദ്യമായി വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്നീ 5 ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതീർണമായി. അതോടുകൂടി തിരുനബി നബിയായി വാഴ്ത്തപ്പെട്ടു, നുബുവത്ത് ലഭിച്ചു. ഈ വചനങ്ങൾ വന്നിറങ്ങുന്നതിന് മുമ്പ് 6 മാസം റബീഉൽ അവ്വൽ മാസം മുതൽ റമദാൻ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നങ്ങൾ കാണുമായിരുന്നു. ആ സ്വപ്നങ്ങൾ പ്രഭാതോദയം കണക്കെ സത്യമായി പുലരുമായിരുന്നു. ഇത് നുബുവത്തിന്റെ മുന്നോടിയായിട്ടുള്ള ചില വിഷയങ്ങളിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ മക്കയിലെ ചില കല്ലുകൾ സലാം പറയാറുണ്ടായിരുന്നു. തിരുനബി പിന്നീട് പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം മക്കയിലെ ചില കല്ലുകൾ നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് എന്നോട് സലാം പറയാറുണ്ടായിരുന്നു. ഇതൊക്കെ നുബുവത്തിന് മുന്നോടിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിരുന്ന ഇർഹാസാത്ത് എന്നാണ് അതിന് പറയുക, ചില അറിയിപ്പുകളായിരുന്നു. ഏതായാലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. സൂറത്ത് അലഖിന്റെ 5 ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹ്യേകി. ആ ചരിത്രം ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറയിൽ നിന്ന് ഇറങ്ങി വീട്ടിലെത്തി. ഭാര്യ ഖദീജ റളിയല്ലാഹു തആല അൻഹയുമായി സംസാരിച്ചു. അതേപോലെ ഭാര്യ ഖദീജ റസൂലുള്ളാഹിയെ തന്റെ പിതൃവ്യൻ പുത്രൻ വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. അങ്ങനെ വറഖത്തുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചു. തുടങ്ങിയ വിഷയങ്ങളൊക്കെ ചരിത്രത്തിൽ കുറെ വിശാലമായിട്ടുള്ള ഭാഗങ്ങളാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ 40ാമത്തെ വയസ്സിൽ നബിയായി.
പിന്നീട് മാസങ്ങൾ വഹി നിലച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മക്കയിൽ നടക്കുമ്പോൾ ഹിറയിൽ വെച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ നബി കണ്ടിരുന്നു. ജിബ്രീലിനെ വീണ്ടും ഒരിക്കൽ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ്. അങ്ങനെ ആ കാഴ്ചയിൽ യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻസിർ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ തിരുനബിക്ക് അവതീർണമായി. അതോടുകൂടി ഖും ഫഅൻസിർ, എഴുന്നേറ്റ് മുന്നറിയിപ്പ് നൽകുക എന്ന കൽപ്പനയുണ്ടായി. അതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് റിസാലത്തുമായി. അപ്പൊ ഇഖ്റ ബിസ്മി സൂറത്തിന്റെ 5 ആയത്തുകളോടുകൂടി റസൂലുള്ളാഹിക്ക് നുബുവത്ത് ലഭിച്ചു. സൂറത്തുൽ മുദ്ദസ്സിറിന്റെ തുടക്കഭാഗം അവതരിക്കുന്നതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് റിസാലത്തു ലഭിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ റിസാലത്ത് ലഭിച്ചതോടുകൂടി ദഅവത്തിന് ഒരുങ്ങുകയായി. ഖദീജ റളിയല്ലാഹു തആല അൻഹ പ്രവാചകനെ സ്വീകരിച്ചു. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ അലി ഇബ്നു അബി താലിബ് സ്വീകരിച്ചു, വിശ്വസിച്ചു. തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മൗലയായിരുന്ന സെയ്ദ് ഇബ്നു ഹാരിസ വിശ്വസിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സഹചാരിയായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, പുരുഷന്മാരിൽ ആദ്യം അദ്ദേഹമാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. തിരുനബി അംഗീകരിച്ചു. റിസാലത്തിന്റെ സന്ദേശം യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന വചനങ്ങളിലൂടെ അവതീർണമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്റെ അടുപ്പക്കാരുമായി, തന്റെ അടുത്തവരുമായി ബന്ധപ്പെട്ട് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ അവരിലൂടെ ഇസ്ലാം സ്വീകരിച്ചവരെയാണ് ഞാനിവിടെ നിങ്ങളെ ഉണർത്തിയത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടം 13 വർഷമാണ്. ദഅവത്തിൻ്റെത് 13 വർഷമാണ്. തന്റെ 53-ാമത്തെ വയസ്സ് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാർക്കിടയിൽ ദഅവത്ത് നടത്തി, മക്കക്കാർക്കിടയിൽ ജീവിച്ചു. അതിൽ 13 വർഷം റസൂലുള്ളാഹി പ്രവാചകനായി, പ്രബോധകനായി മക്കയിൽ കഴിച്ചുകൂട്ടി. തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ആദർശം മക്കക്കാർ കേട്ട മാത്രയിൽ പുൽകുകയോ സ്വീകരിക്കുകയോ ചെയ്തില്ല. അവർ സിംഹഭാഗവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കളവാക്കുകയും കളിയാക്കുകയുമാണ് ഉണ്ടായത്. ഈ 13 വർഷത്തെ ദഅവത്തിൽ 3 വർഷം അത് രഹസ്യ പ്രബോധന കാലഘട്ടമാണ്. 10 വർഷമാണ് പരസ്യ പ്രബോധന കാലഘട്ടം. ആദ്യത്തെ 3 വർഷം രഹസ്യ പ്രബോധന കാലഘട്ടമാണ്. അതിലാണ് ഞാൻ പേര് പറഞ്ഞ ആളുകൾ, അതുപോലെ നബി കുടുംബത്തിലെ റസൂലുള്ളാഹിന്റെ പെൺമക്കൾ, നബി കുടുംബത്തിലെ പല മെമ്പർമാരും ഇസ്ലാം സ്വീകരിച്ചത്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മുൽ ഫദ്ൽ ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ശേഷം ഇസ്ലാം സ്വീകരിച്ച ആദ്യത്തെ സ്ത്രീരത്നമാണ് ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു തആല അൻഹ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ദഅവത്തോടു കൂടി സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ 6 പേര് ഇസ്ലാം സ്വീകരിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സഈദ് ഇബ്നു അബി വഖാസ്, സഈദ് ഇബ്നു സെയ്ദ്, തൽഹത്ത് ഇബ്നു ഉബൈദില്ല, അസ്സുബൈർ ഇബ്നു അവ്വാം തുടങ്ങിയവർ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഉസ്മാൻ ഇബ്നു മദഊൻ, ഖുദാമ ഇബ്നു മദഊൻ തുടങ്ങിയവരൊക്കെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ പോലുള്ളവരൊക്കെ ഇസ്ലാമിലേക്ക് വരികയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ തന്റെ ദഅവത്തിന്, രഹസ്യ പ്രബോധനത്തിന്, അതേപോലെ തന്നെ പരസ്യ പ്രബോധനത്തിന്റെ തുടക്ക നാളുകളിലും ദഅവത്തിന്റെ കേന്ദ്രമായിട്ട് ദാറുൽ അർഖമിനെയാണ് സ്വീകരിച്ചത്. അൽ അർഖം ഇബ്നു അബിൽ അർഖമിന്റെ വീടാണ് ദാറുൽ അർഖം. ഈ വീട് റസൂലുള്ളാഹി തിരഞ്ഞെടുക്കാൻ കാരണം, ഒന്ന്, അൽ അർഖം ഇബ്നു അബിൽ അർഖം 16 വയസ്സുകാരനാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് മക്കക്കാർക്കിടയിൽ പ്രസിദ്ധമല്ല. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വീട് തെരഞ്ഞെടുത്തപ്പോൾ ഇത്
ഖുറൈശികൾ കൂടിയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അല്പം വിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ശ്രദ്ധ പെട്ടെന്ന് പതിയാത്ത സ്ഥലമാകാനാണ്. മൂന്നാമത്തേത് ദാറുൽ അർക്കം തെരഞ്ഞെടുക്കാൻ കാരണം അൽ അർക്കം ഇബ്നു അബിൽ അർക്കം ബനു മഖ്സൂം ഗോത്രക്കാരനാണ്. ബനു മഖ്സൂം ഗോത്രക്കാർ ബനു ഹാഷിമിന്റെ ശത്രുക്കളാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ബനു ഹാഷിമിന്റെയും ശത്രുക്കളായവർ ഇസ്ലാമിലേക്ക് വേഗം കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ബനു മഖ്സൂം ഗോത്രക്കാരനായ അൽ അർക്കമിന്റെ വീട്ടിൽ ഒരിക്കലും റസൂലുള്ള തന്റെ താവളമാക്കും എന്ന് ഖുറൈശികൾ ധരിച്ചില്ല. ഏതായാലും റസൂലുള്ള ദാറുൽ അർക്കമിനെ രഹസ്യ പ്രബോധനത്തിനുള്ള തന്റെ കേന്ദ്രമാക്കി ദാറുൽ അർക്കം സ്വീകരിച്ചു. 3 വർഷമായിരുന്നു രഹസ്യ പ്രബോധന കാലഘട്ടം. അതിൽ പല പ്രമുഖരും ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. പിന്നീട് പരസ്യ പ്രബോധനമാണ്. ഈ പരസ്യ പ്രബോധനം തുടങ്ങിയത് നബി കുടുംബത്തോട് പരസ്യമായി പ്രബോധനം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടാണ്. വഅൻദിർ അശീറത്തൽ അഖ്റബീൻ, താങ്കളുടെ അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്നുള്ള ആയത്ത് അവതരിപ്പിച്ചപ്പോൾ റസൂലുള്ള തന്റെ കുടുംബക്കാരെ വിളിച്ചാണ് ആദ്യം ദഅവത്ത് നടത്തുകയുണ്ടായത്. അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ മുമ്പ് ഉണർത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ പിതൃവ്യൻ അബൂലഹബിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂലഹബ് കല്ലെറിഞ്ഞ് ആക്ഷേപിച്ച് തബ്ബല്ലക സായിറൽ യൗം, നിനക്ക് നാശം എന്ന് പറഞ്ഞ് കൂവി ആ ദഅവത്തിനെ മോശപ്പെടുത്താനും തടയിടുവാനും അബൂലഹബ് ശ്രമിച്ചത്. ഏതായാലും പരസ്യ പ്രബോധനം നബി കുടുംബത്തിലാണ് തുടങ്ങിയത്. പിന്നീട് പരസ്യ പ്രബോധനം നബി കുടുംബത്തെ വിട്ട് മറ്റു ഖുറൈശികളിലേക്ക് നീളുകയാണ്. ഫസ്തഅ ബിമാ തുഅ്മർ വഅരിദാനിൽ മുശ്രിക്കീൻ. ഫസ്തഅ ബിമാ തുഅ്മർ, താങ്കൾ കൽപ്പിക്കപ്പെടുന്നത് തുറന്ന് പ്രഖ്യാപിക്കുക എന്ന വചനം അവതരിപ്പിച്ചതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊതു ജനങ്ങളിലേക്ക്, പൊതു സദസ്സുകളിലേക്ക്, ഖുറൈശികളിലേക്ക് നേരിട്ട് ചെന്ന് തന്നിൽ അവതീർണമായ സത്യം അത് പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ചിലരൊക്കെ വിശ്വസിച്ചുവെങ്കിലും സിംഹഭാഗവും റസൂലുള്ളാഹിന്റെ ശത്രുക്കളായി. 40 വയസ്സ് വരെ അൽ അമീൻ എന്ന് വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിച്ചിരുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഇസ്ലാമിലേക്ക്, ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അവർ റസൂലുള്ളാഹിനെ കുറിച്ച് വ്യാജവാദി, അതേപോലെ മാരണക്കാരൻ, മാരണബാധയേറ്റവൻ, കവി, ജ്യോത്സ്യൻ എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ പരിഹസിക്കുവാനും തിരുനബിയെക്കുറിച്ച് അപവാദ പ്രചരണം നടത്തുവാനും അവർ തുടങ്ങുകയാണ്. അവർക്കറിയാമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യസന്ധനാണെന്ന്. പക്ഷേ അവരുടെ അഹങ്കാരവും ഔദത്യവും, ഷിർക്കിൽ ഷടിച്ചു നിൽക്കുവാനുള്ള അവരുടെ ആ വീറും വാശിയും, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ ഇങ്ങനെ സംസാരിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത്. ഒരിക്കൽ ഉബയ്യ് ഇബ്നു ഖലഫും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിൽ കണ്ട ഒരു രംഗമുണ്ട്. അന്ന് ഉബയ്യ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞത് സഅഖ്തുലുക്, ഞാൻ നിന്നെ കൊല്ലും എന്നാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബയ്യിനോട് പ്രതികരിച്ചത് ഞാൻ നിന്നെ കൊല്ലുമെന്നാണ്, ഞാൻ നിന്നെ കൊല്ലുമെന്നാണ്. കാരണം ഈ ഉബയ്യ് മറ്റാരും കാണിക്കാൻ ധൈര്യം കാണിക്കാത്ത ചില ക്രൂരതകൾക്ക് ധൈര്യം കാണിച്ചിട്ടുണ്ട്. തിരുനബിയുടെ മുഖത്തേക്ക് തുപ്പാൻ ആർജവം കാണിച്ചവർ കുറവാണ്. അതിലൊരാളാണ് ഈ ഉബയ്യ് ഇബ്നു ഖലഫ് ലഅനത്തുല്ലാഹി അലൈഹി. അപ്പോ ഞാൻ നിന്നെ കൊല്ലും എന്ന് അന്ന് റസൂലുള്ളാഹി ഉബയ്യിനോട് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെയും തന്റെ കൈ കൊണ്ട് നേരിട്ട് കൊന്നിട്ടില്ല, ഈ ഉബയ്യിനെ അല്ലാതെ. അത് നേരിട്ട് കൊന്നിട്ടില്ല. ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറെ പ്രയാസത്തിൽ നിൽക്കുമ്പോൾ ദാഹം തീരാതെ വന്ന ഉബയ്യ് റസൂലുള്ളാഹിനെ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ
റസൂലുള്ള തന്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് ഉബയ്യിന്റെ ചുമലിൽ അല്ലെങ്കിൽ തലയിൽ ഒന്ന് വരയ്ക്കുകയാണ് ചെയ്തത്. അതോടുകൂടി ഉബയ്യ് വേപത് പൂണ്ട് ആർത്ത് വിളിച്ചു പോയിട്ട് പിന്നീട് വഴിയിൽ വെച്ച് മരിക്കുക ചെയ്തത്, നശിക്കുക ചെയ്തത്. അപ്പൊ ഉബയ്യ് പറയുന്നുണ്ട്, മുഹമ്മദ് പണ്ട് പറഞ്ഞതാണ് അവൻ എന്നെ കൊല്ലുമെന്ന്. മുഹമ്മദ് എവിടെയാണെങ്കിലും മുഹമ്മദിന്റെ കയ്യാലായിരിക്കും എന്റെ മരണം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഉബയ്യിന് അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന്. അതുകൊണ്ടാണ് പറയുന്നത് മുഹമ്മദ് എവിടെയാണെങ്കിലും എന്റെ മരണം മുഹമ്മദിന്റെ കയ്യാൽ നടക്കുമെന്ന്. അപ്പൊ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അറിയാം. തിരുനബിയുടെ വ്യക്തിത്വം എന്താണ്, അള്ളാഹുവിന്റെ അടുക്കൽ റസൂലുള്ളാഹിന്റെ സ്ഥാനം എന്താണെന്നുള്ളതൊക്കെ അവർക്ക് അറിയാം. പക്ഷേ അഹങ്കാരികളായ മക്കക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടാക്കിയില്ല. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളവാക്കുകയാണ് ചെയ്തത്. അവർ അപകീർത്തിപ്പെടുത്തി സംസാരിച്ചു, മാനസികമായ പീഡനങ്ങൾ ഏൽപ്പിച്ചു. അതേപോലെ ശാരീരികമായ പീഡനങ്ങളും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏൽപ്പിച്ചു. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, കഅബയുടെ പരിസരത്തെ സുജൂദിൽ റസൂലുള്ള നമസ്കരിച്ച് കിടക്കുമ്പോൾ അബൂജഹലും കൂട്ടരും ആ രംഗം കണ്ട് പറഞ്ഞത്, ഇന്നലെ നമ്മൾ അറുത്തിട്ട ഒട്ടകങ്ങളുടെ കുടൽമാലകൾ കൊണ്ടുവന്ന് ആര് മുഹമ്മദിന്റെ മുതുകിൽ ചാർത്തുമെന്നാണ്. അപ്പോൾ ദുഷ്ടൻ ഉഖബത്ത് ബിൻ അബീ മുഅയ്യിത്താണ് അതിന് ധാർഷ്ട്യം കാണിച്ചത്. അബൂജഹൽ പറഞ്ഞതനുസരിച്ച് ഉഖബയാണ് റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാലകൾ കൊണ്ടുവന്ന് ചാർത്തുകയുണ്ടായത്. മറ്റ് ദേഹോപദ്രവങ്ങൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏൽപ്പിച്ചു. ചരിത്രം അതിലൊക്കെ വിശാലമായി നമുക്കൊക്കെ അറിയുന്ന സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച വിശ്വാസികളെയും മക്കക്കാർ പീഡിപ്പിക്കാൻ തുടങ്ങി. ആ പീഡനത്തിന്റെ ബലിയാടുകളായിരുന്നു ബിലാൽ ഇബ്നു റബാഹും സുമയ്യയും ഭർത്താവായ അമ്മാർ യാസിറും പുത്രനായ അമ്മാറും, അതേപോലെ ഉമ്മു ശുറൈഖ്, ഖുബൈബ് ബിൻ അദി, ഖബ്ബാബ് ബിൻ അൽ അറത്ത്, സുന്നൈറ, നഹ്ദിയ, ഉമ്മു ഉബൈസ്, ആമിർ ബിൻ ഫുഹൈറ, അബൂ റാഫി തുടങ്ങിയ മൗലമാരൊക്കെ ഇവരൊക്കെ അടിമകളായിരുന്നു. ഈ അടിമകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിൽ വിശ്വസിച്ച് അത് സത്യപ്പെടുത്തി മുസ്ലിമീങ്ങളായവരാണ്. ഇവരൊക്കെ മക്കക്കാര് പീഡിപ്പിക്കാൻ തുടങ്ങി. വിശ്വാസികൾ മക്കയിൽ ഏറെ പീഡനങ്ങൾ സഹിച്ച നാളുകൾ വന്നപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികളോട് ഹബശീനയിലേക്ക് ഹിജറ പോകാൻ പറഞ്ഞത്. അങ്ങനെ ഹബശീനയിലേക്ക് മുസ്ലിമീങ്ങൾ പലായനം ചെയ്യുകയുണ്ടായി. ചരിത്ര പ്രസിദ്ധമായ 2 ഹിജറയിൽ മുസ്ലിമീങ്ങൾ ഹബശീനയിലേക്ക് ഹിജറ പോയി. കാരണം അവരുടെ ആദർശത്തെ സംരക്ഷിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയായിരുന്നു അവർ ഹബശീനയിലേക്ക് ഹിജറ പോവുകയുണ്ടായത്. ഹബശീനയിലേക്ക് ഹിജറ പോയപ്പോ റസൂലുള്ളാഹിന്റെ പുത്രി റുഖയ്യ, അതേപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഹിജറ പോയവരുടെ പേര് വിവരങ്ങൾ നോക്കിയാൽ അറിയാം അവർ ആദർശത്തിന്റെ പേരിൽ അത്രമാത്രം യാതനകൾ സഹിച്ചത് കാരണത്താലാണ് അവർക്ക് ഹിജറ പോകേണ്ടി വന്നത് എന്ന്. അബൂ സുഫിയാന്റെ മകൾ ഉമ്മു ഹബീബ ഹിജറ പോയി ഭർത്താവിനോടൊന്നിച്ച്. അബൂ സുഫിയാൻ മക്കയിൽ നേതാവാണ്. ആ നേതാവിന്റെ മകൾ ഉമ്മു ഹബീബ ഹിജറ പോവുകയാണ്. അതേപോലെ സുഹൈൽ ബിൻ അംറിന്റെ 3 മക്കൾ ഹിജറ പോയി. സുഹൈൽ ബിൻ അംറിന്റെ 3 മക്കൾ ഹബശീനയിലേക്ക് ഹിജറ പോയി. സുഹൈൽ ബിൻ അംർ ഖുറൈശികളിൽ അവരുടെ ഒരു പ്രധാനിയാണ്. അതുകൊണ്ടാണ് ഹുദൈബിയയിൽ വെച്ച് സന്ധി എഴുതുവാൻ ഖുറൈശികൾ സുഹൈൽ ബിൻ അംറിനെ ഏൽപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ചെന്ന് ഹുദൈബിയയിൽ വ്യവസ്ഥ എഴുതുന്നത് ഖുറൈശികൾക്ക് വേണ്ടി സുഹൈൽ ബിൻ അംറാണ്. സുഹൈൽ ബിൻ അംർ പ്രധാനിയാണ് മക്കക്കാർക്ക്. ആ സുഹൈൽ ബിൻ അംറിന്റെ മക്കൾ സൈനബും ഉമ്മു കുൽസൂമും അബ്ദുള്ളയും 3 പേർ ഹബശീനയിലേക്ക് ഹിജറ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ അബു ഹുദൈഫ ഹബശീനയിലേക്ക് ഹിജറ പോയി. ഉത്ബയുടെ മകനാണ് അബു ഹുദൈഫ. ഉത്ബ ഖുറൈശികളിൽ പ്രമാണിയാണ്. ഉത്ബയും ഷൈബയും. ഉത്ബയുടെ മകൻ അബു ഹുദൈഫ ഹിജറ പോയി. ഇങ്ങനെ ഹിഷാം ബിൻ അംർ, ഹിഷാം ബിൻ അൽ ആസ് ഇബ്നു വായിൽ, അൽ ആസ് ഇബ്നു വായിലിന്റെ മകനാണ് ഹിഷാം. ഈ ഹിഷാം ഹബശീനയിലേക്ക് ഹിജറ പോയി. അപ്പോ ഖുറൈശി നേതാക്കന്മാരുടെ മക്കൾ പ്രമുഖരാണ്
ഹിജറ പോകുന്നത്. എന്തിന്? ആദർശം അനുസരിച്ച് അവർക്ക് മക്കയിൽ ജീവിക്കുവാൻ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. അവർ അതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടു. അപ്പോൾ മക്കയിൽ അടിമകളായിട്ടുള്ളവർ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചു നോക്ക് നിങ്ങൾ. അവർക്ക് ഹിജറ പോകാൻ പറ്റൂല. കാരണം അവരവരുടെ മൗലന്മാരുടെ കീഴിൽ, മുശ്രിക്കുകളായ അവരുടെ സയ്യിദന്മാരുടെ കീഴിൽ, നേതാക്കന്മാരുടെ കീഴിൽ അവർ മൗലകളാണ്, അടിമകളാണ്. അപ്പോൾ ആ മൗലകൾ എത്ര പീഡിപ്പിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു അനുഭവിച്ച പീഡനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ബിലാൽ അദ്ദേഹം മക്കയിലെ ഉയർന്ന മലകളിൽ നിന്ന് അദ്ദേഹത്തെ ബീപ്പയിൽ കയറ്റി ഉരുട്ടുമായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ കാലിൽ കയറ് കെട്ടി കുട്ടികൾക്ക് വലിച്ചു വെക്കുവാൻ ഏൽപ്പിക്കുമായിരുന്നു എന്നാണ്. അദ്ദേഹത്തെ മണൽക്കാട്ടിൽ മലർത്തി കിടത്തി വലിയ കല്ലുകൾ അദ്ദേഹത്തിന്റെ മാറിൽ കയറ്റി വെക്കുമായിരുന്നു എന്നാണ്. ലാത്തയെ വിളിക്കാൻ നിർബന്ധിച്ച് അദ്ദേഹത്തെ ആക്രമിക്കുമെന്നാണ്. അദ്ദേഹം അഹദ് അഹദ് എന്ന് പറഞ്ഞ് അദ്ദേഹം ബോധരഹിതനാകുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഉമ്മു ഷുറൈഖിന് തേന് കുടിക്കാൻ കൊടുത്ത് മരിപ്പറമ്പിൽ കിടത്തി എന്നാണ്. എന്തിന്? ദാഹം അതിന് കൂക്ക് കൂടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഉമ്മു ഷുറൈഖിനെ പീഡിപ്പിച്ചിരുന്നത്. അതേപോലെ തന്നെ സുമയ്യയുടെ കഥ, അമ്മാറിന്റെയും യാസിറിന്റെയും കഥ ഒക്കെ നമുക്ക് ചരിത്രത്തിൽ അറിയുന്ന വസ്തുതകളാണ്. അവരൊക്കെ അതിദാരുണമാം വിധം പീഡിപ്പിക്കപ്പെടുകയാണ്. ഖുബൈബ് ഇബ്നു അദി, ഖബ്ബാബ് ഇബ്നു അൽ അറത്ത് ഇവരൊക്കെ പീഡിപ്പിക്കപ്പെട്ടു. ഖുബൈബ് ഇബ്നു അദിയിനെ അദ്ദേഹത്തിന്റെ യജമാനത്തെയും ചുട്ട ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് ശരീരത്തിൽ മാന്തി മാംസം എല്ലിൽ നിന്ന് വേർപെടുത്തുമായിരുന്നു എന്നാണ്. അങ്ങനെ പീഡനങ്ങൾ അനുഭവിപ്പിക്കുകയാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിലെ ദഅവത്ത് പരസ്യമായപ്പോൾ പലരും ഇസ്ലാം സ്വീകരിച്ചു. അതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച അനുയായികൾ പീഡിപ്പിക്കപ്പെട്ടു. സ്വതന്ത്രന്മാരായ ഖുറൈശി നേതാക്കന്മാരുടെ മക്കൾ വരെ ഹബ്ശീനയിലേക്ക് പലായനത്തിന് നിർബന്ധിതനായിട്ടുണ്ട് എങ്കിൽ അപ്പോൾ ഇസ്ലാം സ്വീകരിച്ച സാധാരണക്കാരുടെയും സാധുക്കളുടെയും അടിമകളുടെയും അവസ്ഥ മക്കയിൽ എന്തായിരിക്കും? അത് ഏറെ ദാരുണമായിരുന്നു. ഏറ്റവും പ്രയാസകരമായ ചില സംഭവങ്ങൾ അരങ്ങേറിയതിൽ ഒന്ന്, നുബുവത്ത് കിട്ടി 7ാമത്തെ വർഷം മുഹറം മാസത്തിൽ ഖുറൈശികൾ നബി കുടുംബത്തെ സമീപിച്ചു. എന്നിട്ട് അബൂ താലിബിനോടും ബനു ഹാഷിമിലെ മെമ്പർമാരോടും ആവശ്യപ്പെട്ടത് അവര് മുഹമ്മദ് നബിയെ തങ്ങൾക്ക് വധിക്കുവാൻ ഏൽപ്പിച്ചു തരണമെന്നാണ്. മുഹമ്മദ് നബിയെ കൊല്ലാൻ ഏൽപ്പിച്ചു തരണം എന്നാണ്. അബൂ താലിബ് സമ്മതിച്ചില്ല. ബനു ഹാഷിമും അതിന് സമ്മതിച്ചില്ല. അവർ അബൂ താലിബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചിട്ടില്ല. ബനു ഹാഷിമിലും ബനുൽ മുത്തലിബിലും പലരും വിശ്വസിച്ചിട്ടില്ല. എന്നാലും നബിയെ പച്ചയായിട്ട് കൊല്ലാൻ ഖുറൈശികൾ കേൾപ്പിക്കുക എന്നത് അവർ സമ്മതിച്ചില്ല. അബൂ താലിബ് അന്ന് പറഞ്ഞത്, സൂര്യനെ കാണിച്ചിട്ട് ആ സൂര്യനിൽ നിന്നൊരു ജ്വാല നിങ്ങൾ കത്തിച്ചു കൊണ്ടുവന്നു തന്നാലും മുഹമ്മദിനെ ഞാൻ നിങ്ങൾക്ക് കൊല്ലാൻ ഏൽപ്പിച്ചു തരൂല എന്നാണ്. ഇത് നുബുവത്തിന്റെ 7ാമത്തെ വർഷം മുഹറം മാസത്തിൽ. ഈ സംഭവത്തോടു കൂടി മക്കയിൽ ഒരു തീരുമാനം ഉണ്ടായി. ഖുറൈശികൾ എല്ലാവരും ഒത്തുകൂടി ബനു ഹാഷിമിനെയും മുസ്ലിമീങ്ങളെയും മാറ്റി നിർത്തി. എന്നിട്ട് അവർ തീരുമാനിച്ചു, ഇനി ബനു ഹാഷിമിനോട് മുസ്ലിമീങ്ങളോട് ആരും സഹകരിക്കാൻ പാടില്ല, അവരോട് മിണ്ടാൻ പാടുള്ളതല്ല, ഇടപാട് നടത്താൻ പാടുള്ളതല്ല, അവരോട് വിവാഹം പാടുള്ളതല്ല, അവരിൽ നിന്ന് വിവാഹം പാടുള്ളതല്ല, ഭക്ഷണ സാധനങ്ങളൊന്നും അവർക്ക് കൈമാറാൻ പാടുള്ളതല്ല. പൂർണ്ണമായ ഊരുവിലക്ക്, നിസ്സഹകരണം അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടു. അങ്ങനെ ഈ നിസ്സഹകരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശ്വാസികളും ബനു ഹാഷിമിന്റെ അഭ്യർത്ഥന മാനിച്ച് ബനുൽ മുത്തലിബും ബനി താലിബ് എന്ന് പറയുന്ന ഒരു മലഞ്ചെരിവുണ്ട് മക്കയിൽ. ആ മലഞ്ചെരിവിലേക്ക് അഭയാർത്ഥികളായി. അങ്ങനെ 3 വർഷം ഈ പൂർണ്ണ നിസ്സഹകരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശ്വാസികളും ബനുൽ ഹാഷിമും ബനുൽ മുത്തലിബും പരീക്ഷിക്കപ്പെടുകയുണ്ടായി. ആ പരീക്ഷണം ഏറെ കടുത്തതായിരുന്നു. പട്ടിണിയിൽ, വറുതിയിൽ ഇവരെല്ലാവരും ഏറെ പരീക്ഷിക്കപ്പെടുകയുണ്ടായി എന്നുള്ളതാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്.
മക്കയിൽ മുശ്രിക്കുകളിൽപ്പെട്ട ചിലർ ബനു ഹാഷിമിന്റെയും ബനുൽ മുത്തലിബിന്റെയും ഈ വിശ്വാസികളുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും കഷ്ടത കണ്ട് അവരുടെ പോലും മനസ്സലിഞ്ഞിരുന്നു എന്നാണ്. അങ്ങനെ ആ മനസ്സലിഞ്ഞ 5 പേർ ഒത്തുകൂടി അവരാണ് പിന്നെ ഖുറൈശികൾക്കെതിരിൽ സംസാരിച്ച് ഈ നിസ്സഹകരണം അവസാനിപ്പിക്കുന്നത്. ആ നിസ്സഹകരണം അവസാനിപ്പിച്ചത് നുബുവത്തിന്റെ 10-ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വിശ്വാസികൾക്കും നുബുവത്തിന്റെ 10-ലാണ് പിന്നീട് ഒരാശ്വാസം വരുന്നത്. പക്ഷേ ആ ആശ്വാസം അത് ഏറെ നീണ്ടു നിന്നില്ല. നുബുവത്തിന്റെ 10-ാമത്തെ വർഷം റസൂലുള്ളാഹിക്ക് ദുഃഖത്തിന്റെ വർഷമായിരുന്നു. എന്താ ദുഃഖത്തിന്റെ വർഷം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഭൂമുഖത്ത് ഏറെ സഹായവും ആശ്രയവുമായിരുന്ന അബൂ താലിബ് മരണപ്പെട്ട്, അബൂ താലിബിനെ തുടർന്ന് പിന്നീട് റസൂലുള്ളാഹിന്റെ പ്രിയതമ ഖദീജ ബിൻത് ഖുവൈലിദും മരണപ്പെട്ടു. ഈ 2 മരണത്തോടു കൂടി റസൂലുള്ളാഹിക്ക് നുബുവത്തിന്റെ 10-ാമത്തെ വർഷം ദുഃഖത്തിന്റെ വർഷമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ വേദനിക്കുകയും ദുഃഖിക്കുകയും ചെയ്ത വർഷമായിരുന്നു ഈ ഒരു വർഷം. അത് ഈ 3 വർഷത്തെ നിസ്സഹകരണത്തിനും ഉപരോധത്തിനും അപ്പുറമാണ് സംഭവിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിന്റെയും ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെയും മരണശേഷം പിന്നെ മക്കയിൽ ഇനി എങ്ങനെയാണ് ഒരു ജീവിതം എന്നത് ആലോചിക്കുന്ന അവസ്ഥ വന്നു. ഒരു പ്രബോധന ജീവിതം മക്കയിൽ അസാധ്യമെന്ന അവസ്ഥ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചക്രവാളങ്ങളിൽ കണ്ണു നടുകയാണ്. ഇനി എവിടേക്ക്? അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതീക്ഷ വെച്ചത് തായിഫിൽ സഖീഫ് ഗോത്രത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് തായിഫിലേക്ക് പലായനം ചെയ്തു. സഖീഫ് ഗോത്രക്കാർ പ്രവാചകൻ അഭയം നൽകും എന്ന് പ്രവാചകൻ അവരിൽ പ്രതീക്ഷ വെച്ചു. അങ്ങനെ തായിഫിലെത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫുകാരുടെ കൂടെ 10 ദിവസം കഴിച്ചുകൂട്ടി. അവരിൽ പ്രധാനികളായ ചിലർ അബ്ദിയാലയിലിനെ പോലുള്ള മസ്ഊദിനെ പോലുള്ളതായ ചില ആളുകളെ റസൂലുള്ള മുഖം കാണിച്ചിട്ട് അവരോട് റസൂലുള്ള ആവശ്യപ്പെട്ടു, നിങ്ങൾ എനിക്ക് ഈ തായിഫിൽ ഒരു അഭയം നൽകണം, ഞാൻ അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ എത്തിക്കട്ടെ. അപ്പോൾ തായിഫുകാർ അഭയം നൽകിയില്ല എന്ന് മാത്രമല്ല, അഭയം നൽകുന്നവരെ കൂടി തടയുകയും റസൂലുള്ളാഹിനെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുകയാണ് ചെയ്തത്. മാനസികമായ പീഡനം അവരിൽ നിന്ന് വന്നത്, അവര് പറഞ്ഞത്, മുഹമ്മദ് നിന്നല്ലാതെ വേറൊരു മനുഷ്യന് പ്രവാചകനായി അവതരിപ്പിക്കാൻ അള്ളാഹു കണ്ടില്ലേ? ഒരാൾ. മറ്റൊരാൾ പറഞ്ഞു, നിന്നെയാണ് പടച്ചതമ്പുരാൻ പ്രവാചകനായി പറഞ്ഞയച്ചതെങ്കിൽ കഅബയുടെ കില്ല വലിച്ചു കീറി അള്ളാഹുവിനോട് ഞാൻ പ്രതിഷേധം അറിയിക്കും. ഇങ്ങനെ പറഞ്ഞ് അവർ തായിഫിലെ തെരുവിൽ റസൂലുള്ളാഹിനെ കൂക്കി വിളിച്ചും തിരുനബിയെ കല്ലെറിഞ്ഞും പായിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലുകൾ നിണമണിഞ്ഞു. റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്ന സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിനെ എറിഞ്ഞ് അവർ തല പൊട്ടിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദനയിൽ തായിഫിൽ നിന്ന് തിരിഞ്ഞോടി ഉത്ബയുടെയും ഷൈബയുടെയും തോട്ടത്തിൽ പോയി അഭയം പ്രാപിക്കുകയാണ്. അസൈലുൽ കബീറിൽ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന് അവിടെ വെച്ച് ഖുർആൻ ഓതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വസിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫുകാരിൽ നിരാശ സമ്മാനിക്കപ്പെട്ടാണ് മടങ്ങുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിൽ നിന്ന് മടങ്ങി മക്കയിലേക്ക് ഇനി പോകൽ പ്രവാചകന് പ്രയാസാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസൈലുൽ കബീറിൽ ഇരിക്കുമ്പോൾ തിരുനബിയുടെ ഖുർആൻ പാരായണം കേട്ട ഒരു സംഘം മലക്കുകൾ, ഒരു സംഘം ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വിശ്വാസം അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയെ ആശ്വസിപ്പിക്കുവാനാണ് ആ ജിന്നുകളെ റസൂലുള്ളാഹിന്റെ നേരെ പറഞ്ഞയക്കുകയുണ്ടായത്. വഇദ് സറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിൻ, ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘത്തെ നാം നിങ്ങളിലേക്ക് തിരിച്ചയച്ച സന്ദർഭം എന്ന് അല്ലാഹു സൂറത്ത് അഹ്ഖാഫിൽ ഈ വിഷയത്തിലാണ് ഉണർത്തുന്നത്. അഥവാ ഭൂമിയിൽ മനുഷ്യർ, അവർക്ക് പച്ച ഹൃദയമുണ്ട്, രക്തമോടുന്ന ഹൃദയമുണ്ട്, അവർക്ക് മനസാക്ഷിയുണ്ട്, എന്നിട്ടും അവർ
ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കൂട്ടാക്കിയില്ല, സമ്മതിച്ചില്ല, അദ്ദേഹത്തിന്റെ സത്യസന്ദേശങ്ങൾ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു അഭയം പോലും നൽകാതെ ആക്രമിക്കുകയും ആർത്തു വിളിക്കുകയും കല്ലെറിയുകയുമാണ് ചെയ്തത്. അപ്പൊ മനുഷ്യർ വിഗണിച്ചാലും ഇവിടെ വിഗണിക്കാത്ത പരിഗണിക്കുന്ന ഒരു വിഭാഗം പ്രവാചകരെ നിങ്ങൾക്കുണ്ട് എന്ന ഒരു ആശ്വാസമാണ് ഈ ജിന്നുകളെ നിയോഗിച്ചയച്ച് അവർ ഇസ്ലാം സ്വീകരിച്ചതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ അറിയിക്കുന്നത്. മാത്രമല്ല ഉത്ബയുടെയും ഷൈബയുടെയും തോട്ടത്തിൽ ചെന്ന് രക്തമൊലിക്കുന്ന കാലുകളിൽ വിറക്കുന്ന ശരീരത്തിൽ തിരുനബി ഇരുന്നപ്പോൾ ഉത്ബയുടെയും ഷൈബയുടെയും തോട്ടത്തിലെ ജോലിക്കാരനായ അദ്ദാസ് എന്ന് പറയുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചു. അദ്ദാസ് അദ്ദേഹം ഒരു അടിമയാണ്. അദ്ദേഹം നീനവേ ദേശത്തുകാരനാണ്. ആദ്യം ക്രിസ്ത്യാനിയായിരുന്നു. ആ ക്രിസ്ത്യാനിയായ അദ്ദാസ് വരാനിരിക്കുന്ന ഒരു പ്രവാചകന്റെ ആഗമനം മക്കയിൽ ഉണ്ടാകുമെന്നറിഞ്ഞ് അയാൾ അടിമയായി മാറി ആ പ്രവാചകനെ കണ്ടുമുട്ടുന്ന നാളിൽ സ്വീകരിക്കാൻ മക്കയോട് അടുത്ത് വന്ന് പാർക്കുകയാണ്. അങ്ങനെ ഉത്ബയുടെയും ഷൈബയുടെയും അടിമയായി ജീവിതം നയിക്കുമ്പോഴാണ് താൻ കാതോർക്കുന്ന, താൻ പ്രതീക്ഷിക്കുന്ന ആ പ്രവാചകൻ തന്റെ തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്, ഇരിക്കുന്നത് അദ്ദേഹം കാണുന്നത്. ഉത്ബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കി വിവരങ്ങൾ അന്യോന്യം അവർ കൈമാറി അദ്ദേഹം തിരുനബിയുടെ തലയിലും കൈകാലുകളിലും ചുംബിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹം വിശ്വസിക്കുകയാണ്, സമ്മതിക്കുകയാണ്. അപ്പോൾ അദ്ദാസിന്റെ ഇസ്ലാം സ്വീകരണവും ജിന്നുകളിൽ ഒരു വിഭാഗത്തിന്റെ ഇസ്ലാം സ്വീകരണവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ആശ്വാസം പകരുകയും തിരുനബിയിൽ പ്രതീക്ഷ വളർത്തുകയുമാണ് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തായിഫിൽ നിന്നുള്ള മടക്കം മക്കയിലേക്ക്, തിരുനബി വിദേശികളായി മക്കയിലേക്ക് വരുന്നവരെ ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തുവാൻ പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു. അങ്ങനെ വിദേശികളായ പലരും ഇസ്ലാം സ്വീകരിച്ചു. അതിലൊരു വിഭാഗം ആളുകളായിരുന്നു പിന്നീട് മദീന എന്ന പേരിൽ പ്രസിദ്ധമായ യസ്രിബിലെ ആളുകൾ അഥവാ മദീനക്കാർ. മദീനയിൽ ഒരു വിഭാഗം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് സീസണിൽ മിനയിൽ വെച്ച് കണ്ടുമുട്ടി അവരുമായി സംസാരിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അവർ മദീനയിൽ യസ്രിബിൽ അഭയം നൽകാമെന്നും തിരുനബിയെ സംരക്ഷിക്കാമെന്നും ആദർശത്തിൽ സഹായിക്കാമെന്നും വാക്ക് നൽകി തിരുനബിയോട് ബൈഅത്ത് ചെയ്തു. 2 തവണയാണ് ബൈഅത്ത്, ഹിജ്റയുടെ 11-ലും 12-ലും. ആ ബൈഅത്തിനെ തുടർന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മദീന ഹിജ്റ. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മദീന ഹിജ്റയെ കുറിച്ചും മദീന ജീവിത നാളുകളെ കുറിച്ചും ചുരുക്കി നമ്മുടെ ഈ സമയത്ത് ഉണർത്തുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയിരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.